ഇന്ന് ഓഫീസിൽ ഒരു കാഷ്വൽ ലഞ്ച് ടൈം കോൺവെർസേഷനിൽ ഞങ്ങളുടെ ഒരു മാനേജർ പറഞ്ഞു പുള്ളിക്ക് 6 മക്കളുണ്ടെന്ന്. ഞങ്ങളൊക്കെ സർപ്രൈസ്ഡ് ആയി. ഇവിടെ 2 പേരെ തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ 6 പേരെ വളർത്തിയപ്പോൾ ഏറ്റവും ഇളയ കുട്ടിക്ക് ഇപ്പോൾ 18 ഇയേഴ്സ് ആയി. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പുള്ളി പറഞ്ഞു ഇനീഷ്യലി ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു, എന്നാലും മൈ വൈഫ് വാസ് കൈൻഡ് ഇനഫ് ടു സ്റ്റേ അറ്റ് ഹോം ടു ടേക്ക് കെയർ ഓഫ് ദ കിഡ്സ് സോ ദാറ്റ് ഐ കുഡ് ഫോക്കസ് ഓൺ മൈ കരിയർ. പുള്ളിയുടെ വൈഫ് വീട്ടിലിരുന്ന് പിള്ളേരെ നോക്കിയത് കൊണ്ടാണ് പുള്ളിക്ക് പുള്ളിയുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയത് എന്നൊരു റിയലൈസേഷൻ പുള്ളിക്കുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പലർക്കും ഇല്ലാത്തൊരു തോട്ടാണിത്. ഒരു സ്റ്റേ അറ്റ് ഹോം മോം ആണെങ്കിൽ വീട്ടിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തോരം പണിയെടുത്താലും അവർ ചെയ്തതിന് ഒരു വില ഉണ്ടാവില്ല. ക്വാണ്ടിഫൈ ചെയ്യാനും പറ്റില്ല, കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. എൻഡ് ഓഫ് ദി ഡേ ആൾക്കാർ ചോദിക്കും ഇത്രയും നേരം ഇവിടെ നിന്ന് എന്ത് ചെയ്യായിരുന്നു എന്ന്. ആൻഡ് പിള്ളേർ വലുതാകുമ്പോൾ അവർ ചോദിക്കും ഞങ്ങളുടെ പേരും പറഞ്ഞൊരു എക്സ്ക്യൂസ് ആക്കിയെടുത്ത് ജോലിക്ക് പോകാണ്ടിരുന്നതല്ലേ എന്ന്. സോ ഇഫ് യു ഹാവ് എ സ്റ്റേ അറ്റ് ഹോം പാർട്ട്ണർ, അത് വൈഫാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും അവരെടുക്കുന്ന എഫേർട്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് വിൽ ബി മച്ച് ബെറ്റർ അല്ലേ?